أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. اللهم اغفر لنا ولوالدينا ومشايخنا ولأساتذتنا ولمصنف الكتاب شارحه ومحشيه وسائر المصنفين. وإن كان الحكم متفقا عليه بينهما ولكن لعلتين مختلفتين فهو مركب الأصل. يعني ഇവിടെ മുറക്കബുൽ അസുല് മുറക്കബുൽ വസ്ഫ് പറഞ്ഞാണ്ട് രണ്ട് ആദ്യ ഖിയാസ് ഉണ്ട്. അത് രണ്ടും സ്വീകരിക്കപ്പെടാത്ത ഖിയാസ. മുറക്കബുൽ അസുല് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രണ്ടാളും മഖീസ് ഹുക്കുമുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ മുസ്തദില് അതിന്റെ ഇല്ലത്തായിട്ട് പറയുന്ന ഒന്നാണ്. പിന്നെ സായില് ഇല്ലത്തായിട്ട് പറയുന്നത് വേറൊന്നുമാണ്. മുസ്തദില് പറഞ്ഞ ഇല്ലത്താണ് ഇല്ലത്ത് എന്നുണ്ടെങ്കിൽ ഖിയാസ് ശരിയാവും. പക്ഷെ മുസ്തദില് സായില് പറയുന്നത് ഹുക്കുമുണ്ട്, പക്ഷെ ഹുക്കുമ് വേറൊരു ഇല്ലത്തിന് വേണ്ടിയാണ്. ആ ഇല്ലത്ത് മഖീസിലില്ല, അതുകൊണ്ട് ഖിയാസ് താമാവൂല. അങ്ങനെയാണെങ്കിൽ ആ ഖിയാസിന് ഒരു പ്രത്യേക പേരുണ്ട്, മുറക്കബുൽ അസുൽ. ഇവിടെ അസുല് എന്ന് പറഞ്ഞാൽ എന്താണ്? ദലീല് എന്നുള്ള അർത്ഥമാണ്, ഇല്ലത്ത് എന്നുള്ള അർത്ഥമാണ്. നമ്മൾ പറഞ്ഞല്ലോ അസുല് എന്താണ്? മഖീസ് അലൈനെ കൊണ്ടും അസുല് അറിയുന്നവരുണ്ട്, മഖീസ് അലൈന്റെ ഹുക്കുമിനെ കൊണ്ട് അസുല് അറിയുന്നവരുണ്ട്, മഖീസ് അലൈന്റെ ഹുക്കുമിന്റെ ദലീലിനെ കൊണ്ട് അസുല് എന്ന് അറിയുന്നവരുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശം. അസുല് കൊണ്ട് ഉണ്ടോ? ഏത്? മഖീസ് അലൈന്റെ ഹുക്കുമ് എന്നാണ് ഇവിടെ അസുല് കൊണ്ട് ഉദ്ദേശം, മുറക്കബുൽ അസുല്. അപ്പൊ ഈ ഖിയാസില് അസുല് അഥവാ മഖീസ് അലൈന്റെ ഹുക്കുമ് അത് മുറക്കബാണ് എന്ന് പറഞ്ഞാൽ രണ്ടാളെടുക്കലും രണ്ട് ഇല്ലത്തിന്റെ മേലെടുക്കപ്പെട്ടതാണ്. മുറക്കബ് പറഞ്ഞാൽ അവിടെ മുഫ്രദിന്റെ ഇതിലുള്ള മുറക്കബല്ല. لعلتين مختلفتين كما في قياس هلي البالغة على هلي الصبية في عدم وجوب الزكاة، فإن عدمه في الأصل متفق عليه بيننا وبين الحنفية، والعلة فيه عندنا كونه هليا مباحا وعندهم كونه مال صبية. നമ്മള് ഷാഫിയാള് അതുപോലെ ഹംബലിയാളും നമ്മളെന്ത് പറഞ്ഞു? പിന്നെ ബാലിഗായ പെണ്ണിന്റെ ഹലാലായ ആഭരണത്തില് സക്കാത്തില്ല. പിന്നെ അപ്പോ നമ്മള് ഷാഫിയാള് അതുപോലെ ഹംബലിയാളും നമ്മളെന്ത് പറഞ്ഞു? പിന്നെ ബാലിഗായ പെണ്ണിന്റെ ഹലാലായ ആഭരണത്തില് സക്കാത്തില്ല. കാരണം ഹലാലായ ആഭരണം എന്ന് പറയുമ്പം അത് ധരിക്കാനുള്ളതാണ്. അപ്പൊ അത് ഏതുപോലെയാണ്? ഉപയോഗത്തിനുള്ള ഒട്ടകങ്ങളെ പോലെയാണ്. ഒരാളടുത്ത് ഉപയോഗത്തിനുള്ള ഒട്ടകങ്ങൾ, ഓന് വാഹനം കയറാനുള്ള ഒട്ടകം, ഓന്റെ തോട്ടം നനക്കാനുള്ള ഒട്ടകം, അതിലൊന്നും സക്കാത്ത് നിർബന്ധമില്ലല്ലോ എന്നതുപോലെ ഹലാലായ ആഭരണത്തിന് സക്കാത്ത് നിർബന്ധമില്ല. അപ്പൊ ഒരു ബാലമായ പെണ്ണിന് ഹലാലായ ആഭരണം ഉണ്ടായാല്, ഹലാലായ ആഭരണം എന്ന് പറഞ്ഞാൽ ഇസ്റാഫില്ലാത്ത ആഭരണം, അതിനോട് കൂടെ പെണ്ണുങ്ങൾക്കോ കുട്ടികൾക്കോ ഒക്കെ കെട്ടാനുള്ളതുമാണ്. അങ്ങനത്തെ ആഭരണത്തിൽ സക്കാത്തില്ല. ഇതിനോട് ഖിയാസായിട്ട് ഒരു പ്രായം ചെയ്യാത്ത പെൺകുട്ടിന്റെ ആഭരണത്തില് സക്കാത്തില്ല എന്നതിനോട് ഖിയാസായിട്ട് എന്ന്. അപ്പൊ ഈ
ഈ സ്വബീയത്തിന്റെ ആഭരണത്തിൽ സക്കാത്ത് നിർബന്ധമില്ല എന്നുള്ളത് നമ്മളും ഹനഫിയാളും മാലിക്യാളും എല്ലാവരും സമ്മതിക്കണ കാര്യമാണ്. പക്ഷെ അതിന് ഓല് കാരണം പറഞ്ഞത് എന്താണ്? അത് അത് കുട്ടിന്റെ മുതലായതുകൊണ്ടാണ്. കുട്ടിന്റെ മുതലില് സക്കാത്ത് നിർബന്ധമില്ല, ഭ്രാന്തന്റെ മുതലില് സക്കാത്ത് നിർബന്ധമില്ല. ഏതുപോലെ കുട്ടിക്കും ഭ്രാന്തനും ഒക്കെ നിസ്കാരം നിർബന്ധമില്ല, നോമ്പ് നിർബന്ധമില്ല എന്നതുപോലെ ഓല സ്വത്തില് സക്കാത്തും നിർബന്ധമില്ല. അപ്പോ അതാണ് കാരണം. ആ കാരണം ഇവിടെ ഇല്ല, ബാലികത്തിന്റെ ആഭരണത്തിലില്ല. അതുകൊണ്ട് ബാലികത്തിന്റെ ആഭരണത്തില് സക്കാത്ത് നിർബന്ധമില്ല എന്ന് വരൂല. നമ്മൾ പറയുന്നത് അതിന്റെ കാരണം എന്താണ്? അത് ഹലാലായ ആഭരണമാവലാണ്, കുട്ടിന്റെ സ്വത്താവലല്ല. കുട്ടിന്റെ സ്വത്തിലുണ്ട് സക്കാത്ത്. കാരണം കുട്ടിന്റെ സ്വത്തിൽ സക്കാത്ത് നിർബന്ധമാകുക എന്നുള്ളത് തക്ലീഫിന്റെ ഭാഗമല്ല, അത് ഖിതാബുൽ വദഅാണ്. ഖിതാബുൽ വദഅ മുക്കല്ലഫിനോടും ബന്ധിക്കും, മുക്കല്ലഫല്ലാത്തോലോടും ബന്ധിക്കും. അപ്പൊ ഒരു കുട്ടി ആരാന്റെ സാധനം കേടുവരുത്തിയാൽ, അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ ആരാന്റെ സാധനം കേടുവരുത്തിയാൽ അവിടെ ഓലെ മുതലില് അതിന്റെ ബദല് മിസിലിയാണെങ്കിൽ മിസില്, അല്ലെങ്കിൽ അതിന്റെ കീമത്ത് അത് നിർബന്ധമാവും. എന്ത് ചെയ്തുകണ്? ആരാന്റെ മുതല് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അത് ബദലിന് വാമിനാകാനുള്ള കാരണമാക്കിയിട്ടുണ്ട്. അതാണ് ഖിതാബുൽ വദഅ. ഖിതാബുൽ വദഅ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അത് ഒരു ഹുക്കുമിന്റെ സബബാണ്, അല്ലെങ്കിൽ ഷർത്താണ്, അല്ലെങ്കിൽ മാനിയാണ്, അല്ലെങ്കിൽ ഒരാഖിദോ ഇബാദത്തോ സഹിയാണ്, അല്ലെങ്കിൽ ഫാസിദാണ് എന്നുള്ളതായിരിക്കുന്ന ഖിതാബിനാണ് ഖിതാബുൽ വദഅ എന്നാണ്. ഖിതാബ് തക്ലീഫ് എന്ന് പറഞ്ഞാല് ഒരു പ്രവൃത്തി വാജിബാണ്, അല്ലെങ്കിൽ അത് ഹറാമാണ്, അത് മുബാഹാണ്, അതിനാണ് ഖിതാബ് തക്ലീഫ് പറഞ്ഞത്. ഖിതാബുൽ വദഅ ഖിതാബ് തക്ലീഫിനേക്കാൾ ഔസഅാണ്. അപ്പോ ഇത് ഖിതാബുൽ വദഅ പെട്ടതാണ്. അപ്പോ അത് മുക്കല്ലഫ് ആർക്കും ഉണ്ട്? കുട്ടികൾക്കും ഉണ്ട്. പക്ഷേ അവിടെ വേറൊരു തക്ലീഫ് ഉണ്ട്. അതാണ് ആ മുതലിന്ന് ആ സക്കാത്ത് പുറപ്പെടുവിക്കുക, കൊടുത്തു വീട്ടുക എന്നുള്ളത്. അതൊരു തക്ലീഫാണ്. ആ തക്ലീഫ് ആരോടല്ല? അവനോടല്ല, അവന്റെ വലിയനോടാണ്. അപ്പൊ ഏതായാലും നമ്മൾ എന്ത് പറഞ്ഞ്, അതിന്റെ ഇല്ലത്ത് മുബാഹായ ആഭരണമാവലാണ്, ഏതെല്ലാം കുട്ടിന്റെ സ്വത്താവലല്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോ ഓല് പറഞ്ഞ് സംഗതി ഹുക്കുമുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്, ആവലല്ല, അത് കുട്ടിന്റെ മുതലാവലാണ്. ആ കാരണം ഈ ഫറയിലില്ലാത്തത് കൊണ്ട് ആഭരണത്തില് ബാലിഗത്തിന്റെ ആഭരണത്തില് സക്കാത്ത് നിർബന്ധമില്ല എന്ന് സുബൂത്താവൂല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഖിയാസിനെ കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഖിയാസുൻ മുറക്കബുൽ അസുൽ എന്ന് പറയാം. കാരണം അസുല് അഥവാ മഖീസ് അലൈഹിന്റെ ഹുക്കുമ് അഥവാ സബിയ്യത്തിന്റെ മുതല് ആഭരണത്തിൽ സക്കാത്ത് നിർബന്ധമില്ല എന്നുള്ള ഹുക്കുമ് അത് എന്താണ്? അത് ഒരില്ലത്തിന്റെ മേലെടുത്തതാണ് ഒരാളെടുക്കല്, വേറൊരു ഇല്ലത്തിന്റെ മേലെടുത്തതാണ് വേറൊരാളെടുക്കല്. അപ്പൊ ഇവിടെ അസുല് അഥവാ മഖീസ് അലൈഹിന്റെ ഹുക്കുമ് മുറക്കബാണ്. അതായത് രണ്ടാളെ കൊള്ള ചേർത്തി നോക്കിയിട്ട് രണ്ട് ഇല്ലത്തിന്റെ മേലെടുക്കപ്പെട്ടതാണ്. ഖിയാസു ഹല്ലിൽ ബാലിഗത്തി എന്ന് വായിക്കാൻ നല്ലത്. ഖിയാസു ഹുലിയിൽ ബാലിഗത്തി എന്നല്ല. കാരണം ശേഷം മുസന്നിഫ് പറഞ്ഞ് കൗനുഹു ഹല്യൻ മുബാഹ. ഹുലിയാണെങ്കിൽ എങ്ങനെ പറയണം? കൗനുഹ ഹുലിയൻ മുബാഹത്തൻ എന്ന് പറയണം. ഹല്യും ഹലിയും തമ്മിലുള്ള വ്യത്യാസം, ഹല്യ എന്ന് പറഞ്ഞ മുഫ്രദാണ്, ഹലിയ എന്ന് പറഞ്ഞ ജമ്മാണ്. അത് ഏതോസിന്റെ മേലുള്ള ജമ്മാണ്, ഫുഊലോസിന്റെ മേലുള്ള ജമ്മാണ്. ഷുഹൂർ എന്ന് പറഞ്ഞാൽ ഹല്യ് ഹുലിയ്. അപ്പൊ ഹുലിയന്റെ അസുല് ഹുലൂയുൻ എന്നാണ്. ഹുലൂയുൻ. ഒരു കലിമത്തില് വാവും യാവും ഒരുമിച്ച് കൂടുകയും രണ്ടിലും മുന്തിയത് സാക്കിനാവുകയും ചെയ്തപ്പോ വാവിനെ യാ ആക്കി മറച്ച് യാനെ യാല് ഇദ്ഗാം ചെയ്തു. അപ്പൊ ഹുലുയ്യുന്നായി, ഹുലുയ്യുൻ. യാവിനോട് മുനാസബത്ത് കസറത്തായതിനു വേണ്ടി ലാമിന്റെ വമ്മത്തിനെ കസറത്താക്കി മറിച്ച് അപ്പൊ ഹുലിയ്യ് എന്നായി.
അപ്പൊ ഹെലിയും ഹല്യും തമ്മിലുള്ള വ്യത്യാസം ഹല്യ മുഫ്രദാണ്, ഹെലിയ് ജമാണ്, ഫുഊല് ഇതിന്റെ മേലുള്ള ജമ്മാണ്. ജമ്മിനെ എങ്ങനെ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക? സമഖ്ശരി ഇമാം പറഞ്ഞില്ലേ, ഇന്ന ഖൗമി തജമ്മഉ വബിഅഖ്ലി തഹദ്ദസു ലാ ഉബാലി ബിജംഇഹിം കുല്ലു ജംഇൻ മുഅന്നസു. എന്റെ കൗമിനെ കൊല്ലാൻ കൂടിച്ച് ഞാനോരൊക്കൂല, കാരണം ഒരു പെണ്ണുങ്ങളാണ്. ആണാണെങ്കിൽ എന്തിനാ ഒരുമിച്ച് കൊണ്ട് ഒരാൾ മാത്രം പോരെ? എന്നിട്ട് പറഞ്ഞ് കുല്ലു ജംഇൻ മുഅന്നസു. അപ്പൊ പിന്നെ ഹുലിയ്യ് എന്നാണെങ്കിൽ എങ്ങനെ അറിയേണ്ടീനി? കൗനുഹു ഹുലിയൻ മുബാഹത്തൻ, കൗനുഹാ ഹുലിയൻ മുബാഹത്തൻ. പക്ഷെ കൗനുഹു ഹല്യൻ മുബാഹൻ فهو القياس المشتمل على الحكم المذكور مركب الأصل سمي بذلك لتركيب الحكم. സുമ്മിയ ബിദാലിക, ഖിയാസിന് പേരുകൊണ്ട് പേരൊക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? അതിലെ ഹുക്കുമ് അഥവാ അസുലിന്റെ ഹുക്കുമും അഖീസലിന്റെ ഹുക്കുമും മുറക്കബായതിന് വേണ്ടിയാണ്. പറഞ്ഞാൽ രണ്ടാളെ കൊള്ള ചോദ്യം നോക്കിയിട്ട് രണ്ട് ഇല്ലത്തിന്റെ മേലെടുക്കപ്പെട്ടതായതിനു വേണ്ടിയാണ്. പിന്നെ في مركب الأصل سمي بذلك لتركيب الحكم فيه أي بنائه على العلتين بالنظر إلى الخصمين، أو كان الحكم متفقا عليه بينهما لعلة يمنع الخصم وجودها في الأصل. അല്ലെങ്കിൽ മഖീസ് അലൈഹിന്റെ ഹുക്കം എന്ത് ചെയ്തു? ഖസ്മൈനിന്റെ അടുക്ക് മുത്തഫഖുൻ അലൈഹി ആയി. പക്ഷേ ലഇല്ലത്തിൻ യംനഉൽ ഖസ്മു വുജൂദഹാ ഫിൽ അസ്ൽ, ഒരു ഇല്ലത്തിന് വേണ്ടി ആ ഇല്ലത്ത് അസ്ലുണ്ട് എന്ന് തന്നെ ആരും സമ്മതിക്കണില്ല, ഖസ്മ സമ്മതിക്കണില്ല. ഇവിടെ മുറക്കബുൽ അസ്ലാവുമ്പോ ആ ഇല്ലത്ത് അസ്ലുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മുറക്കബുൽ വസ്ഫാവുമ്പം അവിടെ പിന്നെ മഖീസ് മുസ്തദില് പറയുന്ന ഇല്ലത്ത് മഖീസ് അലയിൽ ഉണ്ട് എന്നുള്ള തന്നെ ആരും സമ്മതിക്കണില്ല, സായില് സമ്മതിക്കണില്ല. അപ്പൊ അത് മറ്റേനെ കാട്ടിയിലും ഗൗരവമാണ്, മറ്റേനെ കാട്ടിയിലും പോക്ക. പിന്നെ ഗമാഫിയ ഖിയാസി ഇൻ തസവ്വജ്തു ഫുലാന ഫഹിയ താലിഖ് അലാ ഫുലാന അല്ലതി അതസവ്വജുഹാ താലിഖ് ഫി അദമി വുഖൂഇ തലാഖി ബഅദ തസവ്വുജ്. അപ്പൊ പിന്നെ ഒരാള് പറഞ്ഞു എന്ത്? ഫുലാന അല്ലതി അതസവ്വജുഹാ താലിഖ്, ഇന്നാലിന്ന പെണ്ണ് ഹിന്ദു മസലൻ, ഞാൻ ശേഷം വിവാഹം ചെയ്യാൻ പോകുന്ന ഹിന്ദ് ഓള് താലിഖാണ് എന്ന് പറഞ്ഞു. പിന്നെ ഓളെ വിവാഹം ചെയ്തും ചെയ്ത്. എന്നാ പിന്നെ ഇവന്റെ ഈ വാക്ക് കാരണമായിട്ടോളെ തലാക്ക് പോകൂലേ? പോകൂല. ആരടുക്കലും പോകൂല? നമ്മളടുക്കലും അനിഫയുടെ അടുക്കലും ആരടുക്കലും പോകൂല. എന്നിട്ട് നമ്മൾ അതിനോട് കിയാസാക്കി. നമ്മൾ പറഞ്ഞു അപ്പോ ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന ഫുലാനത്ത് താലിഖാണ് എന്ന് പറഞ്ഞാൽ തലാക്ക് പോകൂല എന്നതുപോലെ തന്നെ ഫുലാനത്തിനെ ഞാൻ വിവാഹം ചെയ്താൽ അവള് താലിഖാണ്. ഫുലാനത്തിനെ പിന്നെ ഞാൻ വിവാഹം ചെയ്താൽ അവള് താലിഖാണ് എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യൂല? വിവാഹം ചെയ്ത ശേഷം പോകൂല. അപ്പൊ അവിടെ മഖീസ് അലൈഹി ഏതാണ്? ഫുലാന അല്ലതി സഅതസവ്വജുഹാ താലിഖ്, അതാണ് മഖീസ് അലൈഹി. മഖീസ് ഇൻ തസവ്വജ്തു ഫുലാന ഫഹിയ താലിഖ്. അപ്പൊ അവിടെ മഖീസ് അലൈഹി ഫുലാനല്ലത്തി അതസവ്വജുഹാ താലിഖ്, അവിടെ വിവാഹം ചെയ്ത തലാക്ക് പോകൂല. അത് നമ്മൾ പോലൊക്കെ സമ്മതിക്കണ തന്നെ. പക്ഷെ നമ്മളതിന്റെ കാരണം പറഞ്ഞത് എന്താണ്? അതില് തലാക്കിനെ മിൽക്കാക്കണതിന്റെ മുമ്പ് എന്തുണ്ട്? തലാക്കിനെ തഅലീഖാക്കലുണ്ട് എന്ന്.
മിൽക്കാക്കണതിന്റെ മുമ്പ്. കാരണം ഓളെ ഇതുവരെ അവൻ വിവാഹം ചെയ്തിട്ടില്ല. ഓളെ വിവാഹം ചെയ്യലോടുകൂടെ ഓളെ തലാക്കനോ മിൽക്കാക്കുള്ളൂ. ആ മിൽക്കാക്കണതിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്തു? തലാക്കനെ തരീക്കാക്കലുണ്ട്. അതാണ് കാരണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഓലെന്ത് പറഞ്ഞു? അത് കാരണം എല്ലാന്ന് മാത്രല്ല, ആ കാരണം അസലില്ല തന്നെ. കാരണം ഫുലാനല്ലെത്തി അതവജുഹ താലിക്ക് നല്ല തൈലിയൊക്കെ ജയിലൂടെ തൈലിയൊക്കെ അത് തഞ്ചീതല്ലേ, തൈലിയൊക്കെ ഇല്ലാത്ത തലാക്കല്ലേ അത്. പിന്നെ തൈലിയൊക്കെ ഇല്ലാത്ത തലാക്ക. അപ്പൊ അവിടുത്തെ ശരിക്കുള്ള കാരണം ഒരു പറയാണ്, ഞങ്ങളെടുക്കലെ ശരിയായ കാരണം ഓന് വിവാഹം ചെയ്യാത്തൊരു പെണ്ണിനെ തലാക്കല്ലി, വിവാഹം ചെയ്യാത്തൊരു പെണ്ണിനെ തലാക്കല്ലി, തലാക്കനെ മിൽക്കാക്കണതിന്റെ മുമ്പ് തലാക്കല്ലി എന്നുള്ളതാണ്. എന്നല്ലാതെ അവിടെ തൈലിയൊക്കെ ഇല്ല. അപ്പോ ഓല് പറഞ്ഞത് അവിടെ തലാക്ക് പോവില്ല, മറ്റോട് തലാക്ക് പോകും. എവിടെ? മക്കീസിലെ ഫുലാനത്തിനെ വിവാഹം ചെയ്താൽ ഓള് താലക്കാണ് എന്ന് പറഞ്ഞ് പിന്നെ ഓളെ വിവാഹം ചെയ്താൽ മല്ലക്കലയുണ്ടായി. അപ്പൊ എന്ത് ചെയ്തു? തലാക്ക് പോകും എന്ന്. അപ്പൊ ഇവിടെ മക്കീസ് അലയ്ക്ക് ഹുക്കുമുണ്ട് എന്നുള്ളത് രണ്ടു കൂട്ടർ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ആ ഹുക്കുമിന് മുസ്തദില് പറയുന്ന, ഖായിസ് പറയുന്ന ഇല്ലത്ത് ഉണ്ട്, അതിലുണ്ട് തന്നെ ആരും സമ്മതിക്കണില്ല, ഹസ്മ് സമ്മതിക്കണില്ല. ഇങ്ങനെ ആയാ മുറക്കബുൽ വസ്ഫി, അവിടെ മുറക്കബുൽ വസ്ഫാണ്. ആ ഖിയാസിന്റെ പേര് മുറക്കബുൽ വസ്ഫാണ്. വസ്ഫ് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം എന്താണ്? ഈ ഹുക്കുമിന്റെ ഇല്ലത്താകുന്ന വസ്ഫ്, ഹുക്കുമിന്റെ ഇല്ലത്താകുന്ന വസ്ഫ്. അപ്പൊ ഇല്ലത്ത് എന്നാണ്. അപ്പൊ ഇവിടെ എന്തല്ല തർക്കം? എന്തല്ല വസ്ഫിന്റെ മേലില് ഹുക്കുമിനെ എടുത്തുകണോ എടുത്തിട്ടില്ല എന്നല്ല തർക്കം. പിന്നെ ഇവിടത്തെ തർക്കം എന്താണ്? വസ്ഫ് തന്നെയാണ് തർക്കം, വസ്ഫ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഖിയാസിന് മുറക്കബുൽ വസ്ഫ് എന്നും പറഞ്ഞു. പിന്നെ في عدم وقوع الطلاق بعد التزوج فإن عدمه في الأصل متفق عليه بيننا وبين الحنفية. فإن عدمه عدم وقوع الطلاق في الأصل മഖീസ് അലൈഹിൽ മുത്തഫഖുൻ അലൈഹി ആണ് ഞമ്മളി ഹനഫിയാളി എടുക്കൽ. പക്ഷെ ഇല്ലത്ത് നമ്മൾ പറയുന്ന ഇല്ലത്ത് തഅലീഖു ത്വലാഖ് ഖബ്ല മിൽക്കിഹി വൽ ഹനഫിയ്യു യംനഉ വുജൂദഹാ ഫിൽ അസ്ലി. ഹനഫി എന്ത് ചെയ്യുന്നു? ആ ഇല്ലത്ത് അസ്ലുണ്ട് എന്നുള്ളത് തന്നെ മന്ന് ചെയ്യുന്നു. ഓൻ പറയുന്നു ഹുവ തൻജീദുൻ, അത് തൻജീദാണ്, അതിൽ തഅലീഖ് തന്നെയില്ല. മറ്റോടത്ത് അങ്ങനല്ല. മറ്റോടത്ത് പിന്നെ കുട്ടിന്റെ ആഭരണത്തില് കുട്ടിന്റെ മുതലാകുക എന്നുള്ളതുണ്ട്, അതുപോലെ ആഭരണാകുക, ഹലാലായ ആഭരണാകുക എന്നുള്ളതും ഉണ്ട്. രണ്ടും ഉണ്ട് എന്നുള്ളത് രണ്ടു കൂട്ടരും സമ്മതിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ ഇല്ലത്ത് ഉണ്ട് എന്നുള്ളത് തന്നെ ആരും സമ്മതിക്കണില്ല, ഹസ്മ സമ്മതിക്കണില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മുറക്കബുൽ വസ്ഫി സുമ്മിയൽ ഖിയാസുൽ മുശ്തമിലു അലൽ ഹുക്മിൽ മദ്കൂരി ബിദാലിക لتركيب الحكم فيه أي بنائه على الوصف الذي منع الخصم وجوده في الأصل. പിന്നെ سمي القياس المشتمل على الحكم المذكور بذلك لتركيب الحكم فيه أي بنائه, حكم എടുത്തതിന് വേണ്ടി على الوصف الذي منع الخصم وجوده في الأصل. അപ്പൊ ഇവിടെ വസ്ഫ് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം ഇല്ലത്തിലാണ് ഇവിടെ തർക്കീബ് ഉള്ളത്. അതായത് തർക്കം ഇവിടെ ഇല്ലത്തുണ്ടോ ഇല്ല എന്നുള്ളതാണ്. മുസ്തദിലിന്റെ ഇല്ലത്ത് അസലുണ്ടോ ഇല്ല എന്നുള്ളതാണ് തർക്കം. മറ്റോടത്ത് അങ്ങനല്ല. മറ്റോടത്ത് എന്താണ്? അത് ആ ഇല്ലത്താണോ ഇല്ല എന്നുള്ളതാണ് തർക്കം. ولا يقبلان خلافا للخلافيين ولا يقبلان. ഈ രണ്ട് ഖിയാസും മുറക്കബുൽ അസ്ലായ ഖിയാസും മുറക്കബുൽ വസ്വായ ഖിയാസും, ഈ രണ്ട് ഖിയാസും മഖബൂലല്ല ലിമൻഇൽ ഖസ്മി വുജൂദൽ ഇല്ലത്തി ഫിൽ ഫർഇ ഫിൽ അവ്വലി. കാരണം ഖസ്മ് ഇല്ലത്ത്
ഫറയിലുണ്ട് എന്നുള്ളത് സമ്മതിക്കണില്ല ഒന്നാമത്തോടത്ത്. കാരണം അവൻ പറയുന്നത് ഇല്ലത്തെന്താണ്, അത് കുട്ടിന്റെ സ്വത്താകുക എന്നുള്ളതാണ്. അത് ബാലികത്തിന്റെ ആഭരണത്തിലില്ല. അപ്പോ അവന് ഫറയില് ഇല്ലത്തുണ്ട് എന്നുള്ളത് സമ്മതിക്കണില്ല ഒന്നാമത്തേല്, അതായത് മുറക്കബുൽ അസ്ല്. വഫിൽ അസ്ലി ഫിസാനി, ഇല്ലത്ത് അസ്ലുണ്ട് എന്നുള്ളതിനെ സമ്മതിക്കണില്ല ഫിസാനി മുറക്കബുൽ വസ്ഫില്. ഖിലാഫൻ ലിൽ ഖിലാഫിയീന, ഖിലാഫിയീങ്ങൾക്ക് എതിരായിട്ട്. ഖിലാഫി പറഞ്ഞാലേ ഓരോ മദ്ഹബിലും ഉണ്ടാവും. പിന്നെ ആ മദ്ഹബിന്റെ ഇമാമിന്റെ അഖ്വാല് എതിരാളികളുടെ ഇബ്താലിനെ തൊട്ട് സംരക്ഷിക്കാനായി തയ്യാറെടുത്തതായിരിക്കുന്ന കുറെ ആളുകൾ. അവരെന്തായിരിക്കും? മുജ്തഹിദീങ്ങളാവില്ല, പക്ഷെ മദ്ഹബില് മുജ്തഹിദീങ്ങളേക്കാരം. അപ്പോ ഓരോ മദ്ഹബിലും ഖിലാഫിന്റെ ഉദ്ദേശം എന്തേക്കാരം? ആ മദ്ഹബിന്റെ ഇമാമിന്റെ അഖ്വാല് എതിരാളികളുടെ ഇബ്താലിനെ തൊട്ട് കാക്കുക എന്നുള്ളതേക്കാരം. അതായത് നമ്മളെ മദ്ഹബിലും ഉണ്ടാവും ഖിലാഫികള്, മറ്റേ മദ്ഹബിലും ഉണ്ടാവും, ഹനഫിയാളിയിലും ഉണ്ടാവും, മാലിക്യാളിയിലും ഉണ്ടാവും, ഹംബലിയാളിയിലും ഉണ്ടാവും ഒക്കെ ഖിലാഫികൾ. അപ്പൊ ഖിലാഫിൽ ഖിലാഫിയീന ഫീ ഖൗലിഹിം യുഖ്ബലാൻ നളറൻ ലിത്തിഫാഖിൽ ഖസ്മൈനി അലാ ഹുക്മിൽ അസ്ലി. നളറൻ ലിത്തിഫാഖിൽ ഖസ്മൈനി എന്താണ്? രണ്ട് ഖസ്മും അസ്ലില് ഹുക്കുമുണ്ട് എന്നുള്ളത് സമ്മതിച്ചില്ലേ? അപ്പൊ അതെന്താണ്? അത് മതി. വലൗ സല്ലമൽ ഖസ്മു അൽ ഇല്ലത فأثبت المستدل وجودها أو سلمه المناظر انتهى الدليل. ഖസ്മ് എന്ത് ചെയ്തു? ഇല്ലത്ത്, മുസ്തദില് പറഞ്ഞ ഇല്ലത്തിനെ സമ്മതിച്ചു. അപ്പോ മുനാദറിയിലെ ഖസ്മേ, ആ ഖസ്മ് അഥവാ സായില് ഓന് കൈസലേക്ക് ഹുക്കുമുണ്ട് എന്നുള്ളത് സമ്മതിച്ചു കൊടുത്തു. അതിന്റെ ഇല്ലത്ത് ഇന്നതാന്നും സമ്മതിച്ചു കൊടുത്തു. ആ ഇല്ലത്ത് ഫറയിലുണ്ട് എന്നുള്ളതും സമ്മതിച്ചു കൊടുത്തു. അല്ലെങ്കില് ഓന് ഇല്ലത്ത് ഇന്നതാണ് എന്ന് സമ്മതിച്ചു കൊടുത്തു. അപ്പോ പിന്നെ ആ ഇല്ലത്ത് ഫറയിലുണ്ട് എന്നുള്ളത് മുസ്തദില്ലാണ്ട് സ്ഥാപിച്ചു. എന്നാൽ ഇൻതഹള ദലീൽ, അവിടെ ദലീൽ എന്ത് ചെയ്തു? ഹസ്മിന്റെ എതിരില് ദലീല് താമായി, അഥവാ മുനാവറ തീർന്നു. എങ്ങനെ തീർന്നു? മുസ്തദില്ലിന്റെ വിജയത്തോടു കൂടെ മുനാവറ തീർന്നു. കാരണം ഓൻ പറഞ്ഞു മഖീസ് അലൈക്ക് ഹുക്കുമുണ്ട്, അതും മോൻ സമ്മതിച്ചു കൊടുത്തു. സായില് സമ്മതിച്ചു കൊടുത്തു. അതിന്റെ ഇല്ലത്തിന്നതാണ്, അതും സമ്മതിച്ചു കൊടുത്തു. അല്ലെങ്കിൽ ഓൻ സമ്മതിച്ചപ്പം അത് അതാണ് ഇല്ലത്ത് എന്ന് മസാലിക്കുല്ലില്ലത്തിന്റെ മസാലിക്കുല്ലില്ലത്ത് പെട്ട ഏതെങ്കിലും ഒരു ദലീല് കൊണ്ട് അത് സ്ഥിരപ്പെടുത്തി. എന്നിട്ട് അത് മക്കീസിൽ ഉണ്ട് എന്നുള്ളതും സുബൂത്താക്കി. അപ്പൊ എന്ത് സുബൂത്തായി? അപ്പൊ മക്കീസിന് ഹുക്കുമുണ്ട് സുബൂത്തായി. മുനാദറ തീർന്നും ചെയ്ത്. ആര് ജയിക്കലോടുകൂടെ? ഖായിസ് ജയിക്കലോടുകൂടെ മുനാദറ തീർന്നു. വലൗ സല്ലമൽ ഖസ്മുൽ ഇല്ലത ലിൽ മുസ്തദില്ലി ഐ സല്ലമ അന്നഹാ മാ ദക്കറഹു, ഇല്ലത്ത് വാൻ പറഞ്ഞതാണ്, മുസ്തദില്ല് പറഞ്ഞതാണ് എന്ന് സമ്മതിച്ചു. فأثبت المستدل وجودها حيث اختلفا فيه. ഇഖ്തിലാഫായോടത്ത് ദലീൽ പിന്നെ ഇല്ലത്തുണ്ട് എന്നുള്ളത് സമ്മതിച്ചു, സുബൂത്താക്കി. ഔ സല്ലമഹു, അല്ലെങ്കിൽ അത് അതിന്റെ വുജൂദിനെ മുസ്തദില് സായില് സമ്മതിച്ചു. അൽ മുനാദിർ, മുനാദറയിലെ ഖസ്മ് സമ്മതിച്ചു. انتهى الدليل عليه لتسليمه بثاني. രണ്ടാമത്തേലും അവൻ സമ്മതിച്ചതിനു വേണ്ടിയും അവല് വനെതിരില് ദലീല് നിന്നതിന് വേണ്ടിയും എന്ത് ചെയ്തു? അത് ദലീലു അലൈഹി, ഖസ്മ് സായിലിന്റെ എതിരില് ദലീല്
നിന്നു സുബൂത്തായി. പിന്നെ ഇപ്പോ ബുറിനെ എന്തിനോട് തുഫാഹിനെ ബുറിനോട് കിയാസാക്കി കൊടുത്തേ, ബുറിന് ബുറ് രിബവിയാണ് എന്നുള്ളതിന് തെളിവ് പറഞ്ഞു കൊടുത്തു. അൽ ബുറു ബിൽ ബുരി വശഈറു ബിശഈരി എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഹദീസ് പറഞ്ഞു കൊടുത്തു. രിബവിയാകാനുള്ള കാരണം അത് മത്ഉമാവലാണ്. അതും സ്ഥിരപ്പെടുത്തിയ ത്വാമു ബിത്വാമി എന്നുള്ള ഹദീസ് ഉണ്ടോ മറ്റോ. എന്നിട്ട് ത്വഅമ് തുഫാഹിലുണ്ട് എന്നുള്ളത് സുബൂത്താക്കി. അങ്ങനെ മത്ഉമ് എന്ന് പറഞ്ഞാല് തിന്നുന്നത് എന്നാണ്. തുഫാഹ് തൊള്ളയിലിട്ട് കാണ്ട് ചവച്ചരച്ചിറക്കലുണ്ട്. അപ്പൊ അത് മത്ഉമാണ്. അപ്പൊ അതിന്റെ മേലിൽ ദലീല് സുബൂത്തായി. فإن لم يتفقا الخصمان على الأصل من حيث الحكم والعلة ولكن رام المستدل إثبات حكمه ثم إثبات العلة فالأصح قبوله. نعم. ഇനി എന്ത് ചെയ്തു? ഫൈലം എത്തഫിഖ അയിൽ ഖസ്മാനി അലൽ അസ്ലി. ഖസ്മാനി പിന്നെ മുസ്തദില്ലും സായിരും രണ്ടാളും അസിലിന്റെ മേലിൽ ഇത്തിഫാക്കായില്ല. അസിലിന്റെ മേലിൽ ഇത്തിഫാക്കായില്ല പറഞ്ഞാൽ അസിലിന്റെ ഹുക്കുമിന്റെ മേലിൽ ഇത്തിഫാക്കായില്ല, അല്ലെങ്കിൽ അസിലിന്റെ ഇല്ലത്തിന്റെ മേലിൽ ഇത്തിഫാക്കായില്ല. രണ്ടും വിട്ട് അസിലിന്റെ മേലിൽ ഇത്തിഫാക്കാകാതെക്കുക എന്ന് പറഞ്ഞാൽ ഹുക്കുമിന്റെ ഭാഗത്ത് കൂടെ അസിലിന്റെ മേലിൽ ഇത്തിഫാക്കാകാതെക്കലും ഇല്ലത്തിന്റെ ഭാഗത്ത് കൂടെ അസിലിന്റെ മേലിൽ ഇത്തിഫാക്കാകാതെക്കലും വിട്ടു. മിൻഹൈസുൽ ഹുക്മു, മിൻഹൈസുൽ ഹുക്മി എന്നല്ല, മിൻഹൈസുൽ ഹുക്മു. കാരണം ഹൈസൂന് എപ്പോഴും ജുംലയിലേക്ക് ഇളാഫത്ത് ചെയ്യുള്ളൂ. അപ്പൊ ഹുക്മി എന്ന് പറഞ്ഞാൽ അത് അതിന്റെ മുദാഫിലല്ല. ഹുക്മു എന്ന് പറഞ്ഞ മുബ്തദയാണ്, അതിനവിടെ ഖബറുണ്ട്. അല്ലെങ്കിൽ കളയപ്പെട്ട മുബ്തദാന്റെ ഖബറാണ് മിൻഹൈസു ഹുവൽ ഹുക്മു. എന്നിട്ട് പിന്നെ ആ ജുംലയിലേക്ക് ഇളാഫത്താണ്. ചിലോല് പറയുന്നുണ്ട് ഹൈസുവിനെ മുഫറദിലേക്ക് ഇളാഫത്ത് ചെയ്യാൻ പറ്റും. ജലസ്തു മിൻ ഹൈസു ജുലൂസി സൈദി എന്ന് പറയാൻ പറ്റും എന്ന് ചിലര് പറയുന്നുണ്ട്. അവരടുക്കല് എന്തും പറ്റാം, മിൻ ഹൈസുൽ ഹുക്മീന്നും വായിച്ച. പക്ഷെ അത് ദഈഫാണ് ആരടുക്കല്, പിന്നെ ജുംഹൂറിന്റെ അടുക്കല്. ഹൈസു അതുപോലെ ഇതൊക്കെ ജുംലയിലേക്ക് ഇളാഫത്ത് ചെയ്യുള്ളൂ. ആ കൂട്ടത്തുനിന്ന് ഫേലിയായ ജുംലയിലേക്ക് മാത്രമേ ഇളാഫത്ത് ചെയ്യുള്ളൂ. ഹൈസും ഈദും രണ്ട് ജുംലയിലേക്കും ഇളാഫത്ത് ചെയ്യും എന്നാണ് മുഅ്തമദ് സറാഖാന്റെ മദ്ഹബ്. പിന്നെ ഹുക്മു വൽ ഇല്ലത്തു വലാകിൻ റാമൽ മുസ്തദില്ലു ഉദ്ദേശിച്ചു ഇസ്ബാത ഹുക്മിഹി ബിദലീലിൻ ثم ഇസ്ബാത ഇല്ലത്തി ബിതരീഖിൻ. പിന്നെ ഇല്ലത്ത് സുബൂത്താക്കുക. ഏത് മസാലിക്കുല്ലത്തിന്റെ പെട്ട ഏതെങ്കിലും ഒരു തരീഖുണ്ട്. മസാലിക്കുല്ലത്ത് പറഞ്ഞാൽ ഇല്ലിയത്ത് സുബൂത്താക്കാനുള്ള തരീഖാണ്. അതിന് നസ്സാവാം, ഇജ്മാ ആവാം, ഈമാഉൻ നസ്സാവാം, സബ്റാവാം, ദവറാനാവാം. വൽ അസഹു ഖബൂലുഹു, അസഹ് എന്താണ്? ഖബൂലുഹു ഫി ദാലിക, അവനെ സ്വീകരിക്കും അതിൽ. ലഅന്ന ഇസ്ബാതഹു ബിമൻസിലത്തി ഇഅ്തിറാഫിൽ ഖസ്മി ബിഹി വഖീല ലാ യുഖബൽ ബൽ ലാബുദ്ദ മിൻ ഇത്തിഫാഖിഹിമാ അലൽ അസ്ലി സൗനൻ ലിൽ കലാമി അനിൽ ഇന്തിശാർ. അതിന് ജവാബ് പറയാം, നമുക്ക് ഇന്തിശാർ ഉണ്ടാവില്ല എന്ന്. കാരണം ഇന്തിശാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുനാവറ, അതിന്റെ മഖസൂദ് അല്ലാത്തതിലേക്ക് നീങ്ങാന്നല്ലേ. ഇവിടെ മുനാവറ കൊണ്ടുള്ളതായിരിക്കുന്ന ഉദ്ദേശം തന്നെ എന്താണ്? മഖീസ് അലൈഹിന്റെ ഹുക്മ സുബൂത്താക്കുക, പിന്നെ അതിന്റെ ഇല്ലത്ത് സുബൂത്താക്കുക, പിന്നെ അത് മഖീസിലുണ്ട് എന്ന് സുബൂത്താക്കുക. അങ്ങനെ അതുവഴി മഖീസിലെ ഹുക്മ സുബൂത്താക്കലാണല്ലോ ഉദ്ദേശം. അപ്പൊ ഇവിടെ ഇന്തിശാർ ഇല്ലല്ലോ.
പിന്നെ അവിടെ നിന്നോട്ടെ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദി